ഹസനുൽ ബസരി റഹ്മഹുല്ല നമുക്കൊക്കെ സുന്നത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കാൻ ഹസനുൽ ബസരി റഹ്മഹുല്ല പറഞ്ഞ വാക്കുകൾ ഏറെ ഉപകാരപ്പെടും. അദ്ദേഹം പറഞ്ഞു, അസ്സുന്നത്തു നബിചര്യ വല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു തന്നെയാണ് സത്യം, ബൈനൽ ഗാലി വൽ ജാഫി. സുന്നത്ത് എന്നത് അതിതീവ്രമായ നിലപാടുകൾക്കും തീവ്രതയോ അതുപോലെ ഒന്നുമില്ലാത്ത ജാഫി വറ്റി വരണ്ട അവസ്ഥക്കും ഇടയിലാണ് സുന്നത്ത് നിലകൊള്ളുന്നത്. ഫസ്ബിറു അലൈഹ റഹിമക്കുമുല്ലാഹ്. ഹസൻ ബസരി നമ്മളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുക, സുന്നത്തിലായി നിലകൊണ്ട് ക്ഷമിച്ചു മുന്നേറുക. റഹിമക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളിൽ കരുണ ചൊരിയട്ടെ. ഫഇന്ന അഹ്ലസുന്ന, കാരണം സുന്നത്തിന്റെ ആളുകൾ കാനു അഖല്ലന്നാസി ഫീമാ മള, കഴിഞ്ഞുപോയ തലമുറകളിൽ സുന്നത്തിന്റെ ആളുകൾ വളരെ ന്യൂനപക്ഷമാണ്. വഹും അഖല്ലുന്നാസി ഫീമാ ബഖിയ, വരാനിരിക്കുന്ന തലമുറയിലും സുന്നത്തിന്റെ ആളുകൾ ന്യൂനപക്ഷമായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ സുന്നത്തിന്റെ ആളുകൾ അല്ലദീന ലം യദ്ഹബു മഅ അഹ്ലിൽ ഇത്റാഫി ഫീ ഇത്റാഫിഹിം, സുന്നത്തിന്റെ ആളുകൾ ഒരു കാലത്തും ആരുടെ കൂടെ പോയിട്ടില്ല? സുഖലോലുപതയിൽ മാത്രം ജീവിച്ച, ആഡംബരപ്രിയരായി ജീവിച്ച, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് സുഖലോലുപതയിൽ കഴിഞ്ഞവരോടൊപ്പം സുന്നത്തിന്റെ ആളുകൾ സഞ്ചരിച്ചിട്ടില്ല. വലാ മഅ അഹ്ലിൽ ബിദ്അഇ ഫീ ബിദ്അഇഹിം, ബിദ്അത്തിന്റെ ആളുകൾ ആ ബിദ്അത്തുകളിലായി മുഴുകി ജീവിച്ചു, അവരുടെ കൂടെയും സുന്നത്തിന്റെ ആളുകൾ പോയിട്ടില്ല. വസ്വബറു അലാ സുന്നത്തിഹിം, അവർ സുന്നത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലായി അവർ ക്ഷമിച്ചു. ഹത്താ ലഖൗ റബ്ബഹും, അവരുടെ റബ്ബിന്റെ ലിഖാ ആസ്വദിക്കുന്നത് വരെ, അവരുടെ റബ്ബിനെ പരലോകത്ത് വെച്ച് കാണുന്ന സമയം വരെ അവർ സുന്നത്തിലായി ക്ഷമിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഫകദാലിക ഇൻഷാ അല്ലാഹ് ഫകൂനു, അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെയാവും.